1,00,000 രൂപ. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് പൊക്കുവാണ് കേട്ടോ. നേരെ ഫുള്ള് പൊക്കാൻ പോവാണ്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറിയാക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു ടിസ്റ്റ് ഉണ്ട്. എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് ഞാൻ ഒഴിച്ച് ഈ വണ്ടിക്കകത്തുള്ള ആർക്കും ഒരു ഐഡിയ ഇല്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ഇറങ്ങാൻ കേട്ടോ. നിങ്ങൾ വണ്ടിക്ക് ഇറങ്ങണ്ട കേട്ടോ. നിങ്ങൾ വണ്ടിക്ക് മിറർ എല്ലാം താത്തി വെച്ചു കേട്ടോ. അത് 2 മിറർ അടച്ചു വെച്ചു. പാട്ടിട്ട് നല്ല ഒച്ച വെക്കും കേട്ടോ. നമ്മൾ പുറത്ത് സംസാരിക്കുന്നത് ഒരു കേൾക്കാൻ വേടി പാടില്ല. ജിനോശാസിനും അറിയത്തില്ല സാധനം എന്നറിയോ, എന്തെങ്കിലും ഐഡിയ ഉണ്ട്? പെട്ടെന്നുള്ള ക്വിക്ക് പ്ലാൻ ആയിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അറിയാം. തന്നേലും ഉണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ജിനോസിന് ഐഡിയ എന്തെങ്കിലും കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഇതെന്നാ കാണിച്ചു തരാ പയ്യും പറ. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ എല്ലാ സസ്പെൻസും നമ്മൾ കൊടുക്കുന്ന ബോക്സിലും പെട്ടിക്കത്താക്കി ആക്കിയാണ്. ഇത് നമ്മൾ ആകാശത്ത് നിന്ന് ലാൻഡ് ചെയ്യിക്കും ഇവരുടെ അടുക്കോട്ട്. ചേച്ചി ഒന്ന് എറിഞ്ഞിടാതിരുന്നാൽ മതിയായിരുന്നു. സാധനം എടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. കുഞ്ഞു ബാഗാണ്. ഇതാണ് സാധനം. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ഓൺ ചെയ്യുവാണ് കേട്ടോ. ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുന്ന സാധനം കേട്ടോ. ഫോൺ എടുത്തത് ഇങ്ങനെ അങ്ങ് വെക്കാം. ഓക്കെ, ഇനിയുണ്ടല്ലോ ഇതിൻ്റെ ജോയിസ്റ്റിക്ക് നിങ്ങൾ കണ്ടോ. ഇതാണ് ജോയിസ്റ്റിക്ക് കേട്ടോ. അപ്പോൾ ജോയിസ്റ്റിക്കിൻ്റെ സാധനം സെപ്പറേറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുവാണ്. അതെ, ഇവിടെ RC നോട്ട് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്തു. പെർഫെക്റ്റ് കേട്ടോ. ഞാൻ ഫ്ലൈ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പൊക്കുവാണ് കേട്ടോ. നേരെ ഫുള്ള് പൊക്കാൻ പോവാണ്. പൊക്കുന്ന ഏതായിരുന്നു? നമ്മൾ ഫുള്ള് പൊക്കി വിടുവാണ് കേട്ടോ. അതെ, നമ്മൾ നിൽക്കുന്ന കണ്ടോ, ഒരു മാക്സിമം ഹൈറ്റിലേക്ക് വിടുവാണ് കേട്ടോ. അതായത് ഈ സാധനം ഇവർ കാണരുത്, അതാണ് ലക്ഷ്യം. സൗണ്ടും കേൾക്കരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്കിനി അവരെ ഇറക്കാം കേട്ടോ. പക്ഷേ അവരെ ഇറക്കുന്നതിന് മുമ്പുണ്ടല്ലോ, നിങ്ങൾ ഈ സാധനം ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇത് സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വാ. നമ്മളിപ്പോൾ ഡ്രോൺ മേടിക്കാൻ വേണ്ടി പോവാണ്. പക്ഷേ ഡ്രോൺ മേടിക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഉണ്ടല്ലോ ഒരാളെ നമുക്ക് അന്വേഷിക്കണം. ഒരാൾക്ക് മെസ്സേജ് അയച്ച് നമുക്ക് ചോദിക്കണം. അതിന് മുമ്പ് എത്രയും പെട്ടെന്നുണ്ടല്ലോ ഇന്ത്യയിൽ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഒളിമ്പിക് ട്രേഡ് എന്നാണ് അതിൻ്റെ പേര്. ഞാനാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് വളരെ അടുത്ത കാലത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഗ്രോത്തും അതുപോലെ സ്ലോ ഡൗണും പിന്നെ കറൻസിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ അതുപോലെ തന്നെ ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി ഇതൊക്കെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല. ഒന്നുമില്ല, നിങ്ങൾ ജസ്റ്റ് ഒത്തിരി ട്രെയിനിങ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. കോവിഡ് ഒക്കെ വന്നപ്പോഴേക്കും ഒത്തിരി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും അങ്ങനെ ഒത്തിരി ബിസിനസ് ഒക്കെ സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ആലോചിക്കും ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഒളിമ്പിക് ട്രേഡ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഗ്രാഫ് കാണുന്നില്ല, ഇതിലെ പ്രഡിക്ഷൻ നിങ്ങൾ നോക്കാം. നിങ്ങൾ ആദ്യമേ തന്നെ ചാടി കയറി ഒരു അക്കൗണ്ട് തുടങ്ങി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഒരിക്കലും ചെയ്യില്ല. ആദ്യം ഒരു ഡെമോ അക്കൗണ്ട് എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് കോൺഫിഡന്റ് ആയെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന്റെ അക്കൗണ്ട് റിയൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. മിനിമം ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 ആണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 24 മണിക്കൂറും എല്ലാ ദിവസവും ഇവിടെ കസ്റ്റമർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഫണ്ട് വിഡ്രോ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കമ്മീഷനും പോകുന്നതല്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴേക്കും ഉറപ്പായിട്ട് നമ്മൾ വിശ്വാസമുള്ള ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കുക. ഇവരുടെ വെബ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. iOS-ലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. ഒളിമ്പിക് ട്രേഡ് യൂസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആണ്. അതായത് ട്രേഡിംഗ് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും നിങ്ങളുടെ ഫോണിൽ കൂടെയോ കമ്പ്യൂട്ടറിൽ കൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇപ്പോഴത്തെ മെയിൻ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുറെ പ്രൈസസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന ഒരു ബൈക്കാണ് മെയിൻ പ്രൈസ് വിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ പോയതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള പ്രൊമോ കോഡ് വെച്ചിട്ട് ടോപ്പ് അപ്പ് ചെയ്യുക. പ്രൈസ് അവാർഡ് ചെയ്യുന്ന ഫേസ്ബുക്ക് പേജിലാണ്. അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഫണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഇവർക്ക് ഒരു പ്രൈവറ്റ് മെസ്സേജ് അയക്കുക, ഐ ഫണ്ടഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും നിങ്ങൾ ആപ്ലിക്കൻസിന്റെ ഒരു ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ നമ്മൾ ആളുടെ പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. 1.2 lakh ആണ് കേട്ടോ. നമ്മുടെ ഡെയിലി ലിമിറ്റ് 1 lakh ആണ്. അത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇന്ന് 90 അയക്കുവാണ്. ബാക്കി നമുക്ക് പിന്നെ അയക്കാം. 30 നമുക്ക് നാളെ അയക്കാം. ഓക്കെ, ഡൺ. അത് കഴിഞ്ഞ് ഞാൻ ആളെ ഇപ്പോൾ വിളിച്ചായിരുന്നു. പക്ഷേ ആൾ കൊറിയർ ചെയ്തിരിക്കുമല്ല, നമുക്ക് ഡയറക്റ്റ് പോയി മേടിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 7 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മൾ ഡ്രോൺ മേടിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഈ ഡ്രോൺ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഈയിടെയായിട്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും ഒരു ഡ്രോണും കൂടെ ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഭംഗി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നത്. നിങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഉള്ളത്. ഉറപ്പായിട്ടും അങ്ങനെ ഒത്തിരി ആൾക്കാർ
സജസ്റ്റ് ചെയ്തപ്പോഴേക്കും നമുക്കിപ്പം എന്താണെങ്കിലും ഇത് മേടിക്കാനുള്ള ഒരു വരുമാനമുണ്ട്. അതുകൊണ്ട് നമ്മളത് മേടിക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് 4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അതുപോലെ ഡ്രോണൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് ഡ്രോൺ ഫിഷിംഗ് ചെയ്യാനായിട്ട്. ഒത്തിരി അമേരിക്കക്കാരും യൂറോപ്യൻസും ഒക്കെ ഡ്രോൺ ഫിഷിംഗ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എനിക്ക് ആവശ്യമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ദിവസം വൺ ഡേ ട്രാവൽ ചെയ്ത് അവിടെ ഫിഷിംഗ് ചെയ്ത് അവിടെ ക്യാമ്പ് സെറ്റ് ചെയ്ത് സ്റ്റേ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് 3 രീതി പോകാം. ഒന്ന് നമുക്ക് കയാക്കിൽ പോകാം, അതായത് വെള്ളത്തിൽ കൂടെ പോകാം. രണ്ടാമത് നമുക്ക് ബൈക്കിൽ പോകാം. മൂന്നാമത് നമുക്ക് കാറിൽ പോകാം. അപ്പോൾ ഉണ്ടല്ലോ, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആദ്യം കാണാൻ വേണ്ടി താല്പര്യമുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് 1.5 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ കണ്ട് ചിരിക്കരുത്. ഞാൻ മാസ്ക് എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഇത് നല്ല വലിയ മാസ്ക് ആണ് കേട്ടോ. അപ്പം ആക്ച്വലി മറ്റേ മാസ്ക് എടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് മാസ്ക് ഇല്ലാതെ നമുക്ക് പോകാനും പറ്റത്തില്ല. വല്ല സെക്യൂരിറ്റി ഉള്ള ബാങ്ക് വല്ലതും ആണെങ്കിൽ ഉറപ്പായിട്ട് വെടിവെച്ചിടും. ഇങ്ങോട്ടേക്ക് കയറുവാണ്. അടിപൊളി. അവരെന്താണ് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കാര്യമുണ്ട്, എനിക്കിത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ പറഞ്ഞു തരണം, എത്രയും പെട്ടെന്ന് പറഞ്ഞു തരാമെന്ന രീതിയിൽ. ഞാൻ കുറേ ഗൂഗിളൊക്കെ തപ്പി, പക്ഷേ നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അടിപൊളി. വലിയ സൈസ് ഇല്ല കേട്ടോ. കാര്യം എന്താണ്, നമുക്ക് ഈ ബാഗിനകത്ത് വെച്ചുകൊണ്ട് പോകാം അല്ലേ. എൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ ബാഗുമായിട്ട് വന്നത്. കൈ പിടിക്കാനുള്ളൂ അല്ലേ, ഇത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് റിമോട്ട് ഉണ്ട്, അതുപോലെ നമ്മുടെ ബാറ്ററി ചാർജറും അഡാപ്റ്ററും ഉണ്ട്. നമുക്ക് 3 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ കേബിളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് എക്സ്ട്രാ ബാറ്ററി. ഇത് ആക്ച്വലി 3 എണ്ണം ഉണ്ട്. ഇതാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതിലൊരു USB ചാർജർ ഉണ്ട്, 2 USB പോർട്ട് ഉണ്ട്. ഇതുണ്ടോ, ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ബാറ്ററീനെ വേണമെങ്കിൽ പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലീഫാണ്, ഈ ഇരിക്കുന്നത് ലീഫാണ് കേട്ടോ. ഇത് ലീഫ് ഇത് മാത്രമല്ല, എക്സ്ട്രാ ലീഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ അസംബിൾ ചെയ്തിട്ട് ഫ്ലൈ ചെയ്ത് നോക്കാം അല്ലേടാ. 30 മിനിറ്റ്സ് ആണ് ഫ്ലൈയിങ് ടൈം. നമുക്കപ്പോൾ എനിക്ക് തോന്നുന്നു 3 ബാറ്ററിയും കൂടെ വരുമ്പോഴേക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കിട്ടേണ്ടതാണ് അല്ലേ. ചാർജ് ആകുന്നുണ്ടല്ലേ. ഇതൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ 2 പ്രൊപ്പല്ലർ നമ്മുടെ സൈഡിലേക്ക് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇത് താഴേക്കല്ലേ. അടിപൊളി. ഇനിയിപ്പോൾ നമുക്ക് പ്രൊപ്പല്ലർ സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ചേട്ടനാണെങ്കിൽ 4 പ്രൊപ്പല്ലർ എടുത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് പാട് കണ്ടോ, ഈ ഒരു വൈറ്റ് പാട് വരുന്നത് ഇവിടെയും ഒരു വൈറ്റ് പാടുണ്ട്. അപ്പോൾ ഇത് 2 സിങ്ക് ആണെന്നിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആക്ച്വലി കയറുവാണെങ്കിൽ തന്നെ നല്ല കട്ടിയിൽ പ്രസ് ചെയ്താൽ കയറത്തും. ഒരെണ്ണം ഇവിടെ വരും, അതുപോലെ തന്നെ ഒരെണ്ണം ഇവിടെ വരും കേട്ടോ. ലോക്ക് ചെയ്ത് നോക്കാം. ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഊരേണ്ട ആവശ്യമില്ല. ഹോൾഡ് കാണിച്ച് ഇത്രേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി വലിയ വലുപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി പാസ്വേഡും വെച്ച് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സാധനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഇവിടെ പല കളറിലുള്ള LED ഒക്കെ ഉണ്ട്. സാധനം നമ്മൾ ബാക്കി കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാസ്ക് ഊരുവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോണേ. താഴെ കാണുന്നത് 6 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ സെയിം. ഇത് ആദ്യമേ ഊരി മാറ്റണം അല്ലേ. കണക്ട് ആയി. ആക്ച്വലി നമുക്ക് വീഡിയോ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ ഗ്രൗണ്ട് ആണ് കേട്ടോ കാണുന്നത്. ഇപ്പോൾ ടേക്ക് ഓഫ് പെർമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഓട്ടോ ഇത് ക്യാമറ സെറ്റിംഗ്സ്. ഇവിടെയാണ് ആക്ച്വലി ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. റെക്കോർഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര പൊടിയായിരിക്കും. അപ്പോൾ ചേട്ടനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് തന്നെ ചെയ്യേണ്ടത്, രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. പെർഫെക്റ്റ്. ഇവിടെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. പ്രൊപ്പല്ലർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല, നല്ല സ്പീഡിലാണ് ഇറങ്ങുന്നത് കേട്ടോ. ഇതാണ് ത്രോട്ടിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ സാധനം ഇവിടെ പൊങ്ങി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉണ്ടല്ലേ. ആക്ച്വലി എനിക്ക് പ്രൊപ്പല്ലർ കാണാം. ഓക്കെ, അപ്പോൾ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ടും അടുത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഡോൺ ആയിട്ട് ഇത് ത്രോട്ടിൽ പറഞ്ഞതല്ലേ. ഇപ്പുറത്ത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചാൽ അവിടെ നിൽക്കും അല്ലേ. ഇപ്പം നമ്മളെ കാണാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. നമ്മളെ കാണണമെങ്കിൽ ആക്ച്വലി ക്യാമറ താഴേക്ക് ആളെടുത്ത് കാണിക്കാം. അതാണ് നല്ലത്. കുറച്ച് ദൂരം പോയി നോക്കാം അല്ലേ. മാക്സിമം പോകുന്നില്ല. മാക്സിമം 2 കിലോമീറ്റർ അല്ലേ. അത്രയും പോകുന്നില്ല കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിഷ്വൽ അവിടെ കാണുന്നുണ്ട്. അതിലേക്ക് റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ. പെർഫെക്റ്റ്. അടിപൊളി. ഇപ്പം നമ്മളെ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും ആണല്ലേ. നമ്മൾ ചെറുതായിട്ട് കാണാം. അടിപൊളി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് ഒത്തിരി ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ കയാക്കിങ്ങിന് പോകുമ്പോഴേക്കും അതുപോലെ ചൂണ്ടയിടാൻ പോകുമ്പോഴേക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഇതുപോലത്തെ ഒരു വിഷ്വൽ കാണിക്കാൻ പറ്റുമോ ആ ഒരൊറ്റ ബേസിലാണ് നമ്മൾ ഈ സാധനം മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ ആയിട്ട് കാണും. നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ മിസ് ചെയ്തിരുന്ന വിഷ്വലാണ് കേട്ടോ. തകർത്ത്. ഇനിയിപ്പോൾ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. നമ്മളിപ്പോൾ റിട്ടേൺ ടു ഹോം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇപ്പോൾ നമ്മുടെ ഡ്രോൺ നിൽക്കുന്നത് അവിടെ എവിടെയാണ് നമുക്ക് ആക്ച്വലി കാണാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്ത് നോക്കാം. റിട്ടേൺ ടു ഹോം കൊടുത്ത് നോക്കാം. റിട്ടേൺ ടു ഹോം കൊടുത്തിട്ടുണ്ട്. ടാപ്പ് ടു ക്യാൻസൽ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും അതിൻ്റെ വിഷ്വൽ കിട്ടുന്നുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ആക്ച്വലി വരുന്നുണ്ട് സാധനം. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ അതല്ല, അതൊരു പരുന്താ പോയത്. അങ്ങനെയാണ് ചേട്ടൻ ടേക്ക് ഓവർ ചെയ്ത് കാണിച്ചത്. അന്ന് അങ്ങനെ ലാൻഡ് ചെയ്യും. നമ്മൾ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഒന്നും ചെയ്യുന്നില്ല. റിട്ടേൺ ടു ഹോം ആണ്. അപ്പോൾ
അടിപൊളി. പുള്ളിക്ക് വരാൻ ഇച്ചിരി മടിയാന്ന് തോന്നുന്നു കേട്ടോ, ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ടായിരിക്കും. അല്ല ഞാൻ ചുമ്മാ പറഞ്ഞു. അപ്പോൾ ഒഫീഷ്യലി എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ത്രോട്ടിലും കൂടെ ഒപ്പം കൊടുത്തായിരുന്നു, അതുകൊണ്ട് ഹൈറ്റ് എടുത്ത് പോയത്. നേരെയല്ല, ഹൈറ്റ് എടുത്ത് പുറകോട്ട് പോയത്. ഓക്കെ ഓക്കെ. ഇങ്ങനെ അതായത് ത്രോട്ടിലും കൊടുത്താണ്ടോ ഈ ഒരു 2 മാസം ഒരുമിച്ച് കൊടുക്കുമായിരുന്നു. ഇവിടെ പെട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഡ്രോൺ വരുന്നുണ്ട്. ഇല്ല ഇങ്ങോട്ടേക്ക് വരാം, എനിക്ക് മേളിലേക്ക് നോക്കാൻ പറ്റില്ല. അത് വേറെ ഇനിയിപ്പോ നമുക്ക് ഇത്രയും ക്ലിയർ ആണല്ലോ, വേറെ കൺട്രോൾസ് ഒന്നും കൊടുക്കുക നമുക്ക് ഉറപ്പായി. ചുമ്മാ ത്രോട്ടിൽ താഴത്തേക്ക് പിടിച്ചു. ഓ എത്തി കേട്ടോ, സേഫ് ലാൻഡിംഗ് ആണ്. ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. കൈ കൊണ്ട് ആദ്യം ആൻറ്റി വെക്കുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൈ ഇവിടെ കൊണ്ട് വെക്കുക. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൈ ഡിറ്റക്ട് ചെയ്തു, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ബ്രേക്കിംഗ് ഇല്ല അവിടെ. ആ ബ്രേക്കിങ്ങിന് കുറച്ചും പിടിച്ചിട്ട് തന്നെ ലാൻഡ് ചെയ്തു. ഓ മൈ ഗോഡ്. അയ്യോ, അങ്ങനെ കയറ്റിക്കൊണ്ടിരുമ്പോൾ വെറും ഒരു ഇഞ്ചിനാണ് എൻ്റെ കൈയുടെ ഇത് പോയതല്ലേ. സംഭവം സിമ്പിളാണ് കേട്ടോ. നമ്മൾ കൈ കാണിച്ച് കഴിയുമ്പോഴേക്കും ആളെ ഒന്ന് ബ്രേക്ക് ചെയ്യും, പിന്നെ നമ്മൾ ത്രോട്ടിൽ ഫുള്ള് കൊടുത്താലും നല്ല സ്പീഡിലേക്ക് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് മമ്മീനെയും പപ്പനെ അവരുടെ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ, സാധനം എല്ലാം സെറ്റാണ്. ഞാൻ അവിടുന്ന് ചെറുതായിട്ട് ചെറിയ ഫ്ലൈറ്റൊക്കെ ചെയ്തിട്ട് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവരെ ഇറക്കാം. ബാ ഇറങ്ങി 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 നമുക്ക് വണ്ടിയുടെ പുറകിലേക്ക് നിൽക്കാം. ഇങ്ങോട്ട് നമ്മൾ ഇവരെ എല്ലാവരും ഇറക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എല്ലാവർക്കും നമുക്ക് ഗസ് ചെയ്യിപ്പിക്കാം എല്ലാവരെ കൊണ്ട്. എന്നാ വല്ല ഐഡിയ ഉണ്ടോ? എന്നതാ ഈ കൈ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു ഐഡിയ ക്യാമറ ആണോ സംശയം? എന്തൊരു ഐഡിയ ഉണ്ടോ? ഈ പറപ്പിച്ചു വിടുന്ന സാധനമാണോ എനിക്കൊരു പറപ്പിച്ചു വിടുന്ന സാധനം? കിളിക്കുഞ്ഞാണോ? ചേച്ചി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് വെയിറ്റ്. ഓഫ് റോഡ് വണ്ടി മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ വണ്ടി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, നമ്മുടെ കാറ് മാത്രമല്ലേ ഓഫ് റോഡ് കണ്ടിട്ടുള്ളൂ. വെയിറ്റ് ഇവർ നമ്മുടെ വണ്ടി മാത്രം ഓഫ് റോഡ് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഉണ്ട് കാണുന്നുണ്ട്. ഇവരെന്നെ ഈ തപ്പി നടക്കുന്നേ. ഇതെങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? എനിക്കിത് കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല. ഇതേണ്ടോ, ഇപ്പൊ നമ്മളെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധനം താഴെ ഇറക്കിയിട്ടുണ്ട്, ഇവര് കണ്ടിട്ടുണ്ട്. ഇനി അതിന് മുമ്പ് അത് കാണിച്ചു കൊടുത്തേ, ഡ്രോൺ നിൽക്കുന്ന കാണിച്ചു കൊടുത്തേ. ഇതുണ്ടോ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഒന്ന് കാറ്റ് കൊണ്ട് നോക്കി, നല്ല കാറ്റല്ലേ. ഡ്രോണെ നിന്ന് കാറ്റ് കൊള്ളുന്ന ആൾക്കാർ കേട്ടോ. സാധനം എങ്ങനെയുണ്ട്? ഇത് കല്യാണ വീട്ടിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. കല്യാണ വീട്ടിൽ മാത്രമേ ഈ സാധനം കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇത് മേടിക്കാൻ കാര്യം തന്നെ അറിയാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പറയും നമ്മളിങ്ങനെ ചൂണ്ടിടാൻ വരുന്നത് ഇത്രയും നല്ല സ്ഥലങ്ങളാണല്ലോ. ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കാഴ്ചകൾ അവർക്ക് കാണണം. പിന്നെ നമ്മൾ മേടിക്കണ്ടേ? ഇനി ഇതിന്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാം. 1 ലക്ഷം രൂപ. അയ്യോ, അപ്പൊ അതേ ഭയങ്കര ഗസ്സിംഗ് ആണ് കേട്ടോ. അമ്മി എത്രയായി? 1 ലക്ഷത്തിന് മേളിലാണോ അമ്മി പറയുന്നത്? ചേച്ചി ആണല്ലേ? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും 1,20,000 രൂപ. കുഴപ്പമില്ല, അതിനുള്ള ഉണ്ടല്ലോ. എന്റെ കല്യാണത്തിന് സമയത്ത് വേണമെങ്കിൽ ഡ്രോൺ നമുക്ക് വേറെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇതിലെ കുറച്ച് വിഷ്വൽസ് വരെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പിടിച്ച് ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്യാൻ തന്നെ അറിയോ, നമുക്ക് അടിപൊളി നമ്മുടെ ഡ്രോണിലെ ഫസ്റ്റ് ക്ലിപ്പ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. റെക്കോർഡിംഗ് ആണ് ഫസ്റ്റ് ക്ലിപ്പ് ഇൻ ദ സെൻസ് ഫസ്റ്റ് നല്ല ക്ലിപ്പ്. ഇപ്പൊ ഇത് കണ്ടോ, നമ്മുടെ വണ്ടി കണ്ടോ? റെഡി? ഞാൻ ഡ്രോണിൽ നോക്കുന്നുള്ളൂ. അത് പോകുന്ന അനുസരിച്ച് നമ്മൾ ചെറുതാവുന്നു. ഇത് കണ്ടോണേ, നോക്കിക്കോണേ, അതൊന്നും അല്ല. പൊട്ടുപോലെയായി. നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, നമ്മളെ കാണത്തില്ല. നമ്മളെ കാണാൻ പറ്റുന്നുണ്ടോ? വണ്ടി മാത്രമേ കാണത്തുള്ളൂ. നോക്കി ഇവിടെ കറക്റ്റ് നോക്ക്, സ്ഥലം നോക്കിയോ? ഡ്രോൺ കാണാൻ പറ്റുന്നില്ല. കാണത്തില്ല. നമ്മൾ ഇത്രയും നാൾ ചൂണ്ടയിട്ട സ്ഥലത്ത് ഇതാണ് കേട്ടോ. ഇത് കണ്ടോ? ഇത് തിരിച്ചു വരും ഇനി. എന്തോരം പോകത്തില്ല. നമ്മളിപ്പോ ആക്ച്വലി മേഘത്തിനകത്ത് കയറി. ഇനി ഇവരുടെ എല്ലാ റിയാക്ഷൻ നോക്കി. എങ്ങനെ സാധനം എങ്ങനെയുണ്ട്? അടിപൊളി. പറ, ഇവിടെ നോക്കിയിട്ട് പറ. ഇത് തിരിച്ചു വരും ഇനി. നമ്മളാണെങ്കിൽ നമ്മുടെ ഡ്രോൺ എങ്ങോട്ടേക്ക് പറത്തി വിട്ടിരിക്കുവാണ്. ആ സാധനം തിരിച്ചു വരുമ്പോൾ പോലും നമുക്ക് അറിയത്തില്ല. ശരിക്കും ഒരു ടെൻഷനുള്ള സാധനമാണ്. കാരണം ഇത്രയും പൈസയുള്ള സാധനം ഇങ്ങനെ അങ്ങ് പറപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അല്ല, ഇപ്പൊ നിർത്തിയേക്കാം. ഇപ്പൊ സ്റ്റേബിൾ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോവാ. തിരിച്ചു വിളിച്ചാലോ? ഇതിന്റെ ദേഹത്തെ പോയി വല്ല പക്ഷിയോ കാക്കയോ ഇടിച്ചു കഴിഞ്ഞാൽ ഡ്രോൺ പോയി. അങ്ങനെ ഇടിക്കത്തില്ല. യൂഷ്വലി പക്ഷി അങ്ങോട്ട് പോയി ഇടിക്കത്തില്ല. സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ദൂരം ഈ സാധനം വിടുന്ന കേട്ടോ. അപ്പൊ ആക്ച്വലി അപ്പൊ എനിക്കൊന്ന് ട്രൈ ചെയ്യേണ്ടി വരും. പരുന്തിനെ കണ്ടിട്ട് മമ്മി അത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കാണത്തില്ല, ഒച്ചേ മൂളലേ ഉള്ളൂ. മമ്മി പക്ഷീനെ കാണിച്ചിട്ട് എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എയർക്രാഫ്റ്റ് പറപ്പിക്കുന്നത്. ഇന്ന് മുതൽ ഞാൻ ഒരു പൈലറ്റ് ആണ് കേട്ടോ. പണ്ട് കൊച്ചിലെ മറ്റേ ആഗ്രഹിക്കില്ലായിരുന്നു പിള്ളേരെ പൈലറ്റ് ആക്കണം, ഡോക്ടറാണെന്നൊക്കെ. പൈലറ്റ് ആയി. ഞാൻ അവരൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. അവര് കറക്റ്റ് വരുന്ന എങ്ങനെയാ? എനിക്ക് ആഗ്രഹമുണ്ട്, ഇത് വരണ്ടേ? മൂക്കേട്ടിടുന്നില്ല. മമ്മി ഭയങ്കര വലിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുവാണ്.
ഈ ഡ്രോണെ ചൂണ്ട കെട്ടി കടലിടാം. ശരിക്കും അമേരിക്കൻസും ഇംഗ്ലണ്ടുകാരൊക്കെ ചെയ്യുന്നൊരു സ്ഥിരം പരിപാടിയാണ്. നമ്മളത് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്നുണ്ടല്ലോ നേരെ മേളിലേക്ക് പൊക്കിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഇവരെല്ലാവരും മേളിലോട്ട് നോക്കുന്നേ, നോക്കാൻ പോണേ, നോക്കിക്കണേ, പോകുന്നുണ്ടാണേ. നമ്മുടെ ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. നമ്മുടെ വണ്ടി കിടക്കുന്നത് അത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇങ്ങനെ ഇപ്പോൾ ഈ ഡ്രോൺ ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഈ ബട്ടൺ കണ്ടോ, ഈ റിട്ടേൺ ഹോം എന്ന് സാധനം ഉണ്ട്. ഇവിടെ വരുമോ? ഓ, ഗോ ഹോം. അത് ഞെക്കി പിടിക്കണമായിരുന്നു കേട്ടോ, സോറി. ഞെക്കി പിടിച്ചാൽ വരും. ഞാൻ ഇതുവരെ സാധനം ലാൻഡ് ചെയ്യിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ലാൻഡ് ചെയ്യിച്ചപ്പോഴേക്കും. അപ്പോൾ ഇപ്പോൾ പപ്പനെ ക്യാമറ കാണുന്നുണ്ട്, ഡ്രോണിൻ്റെ ക്യാമറ 4K ആണ് കേട്ടോ. പപ്പനെ കാണുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ ഈ ക്യാമറ നോക്കിയിട്ട്? പിടിച്ചു നോക്കിയോ, പിടിച്ചു നോക്കിയേ. ഒരു പശുക്കുഞ്ഞിനെ പോലല്ലേ ഒരു ഫ്ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. മമ്മി ജോബിന്റെ കയ്യിലെ പുറത്തെ ക്യാമറയാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ക്യാമറ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഇനിയുള്ള വീഡിയോസിനകത്ത് നമ്മൾ ഉറപ്പായിട്ടും ഡ്രോൺസിന്റെ ക്ലിപ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇറ്റ്സ് മീ സെവൻ സിറേക്ക്. മമ്മി, പപ്പ, ജിനോജൻ, ശ്രീ ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ലൊരു കണ്ടോ, നല്ലൊരു സ്ഥലം. ഇത് നമ്മുടെ തമിഴ്നാട്ടിനകത്ത് നമ്മൾ വിമാനം എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് ആണ്. ഇത് DJയുടെ ആപ്പിൾ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് എയർക്രാഫ്റ്റ് ആണ്. എയർക്രാഫ്റ്റിന് മലയാളം തന്നെ വിമാനം. അപ്പോൾ ഒരു കുഞ്ഞൊരു വിമാനം കേട്ടോ. ദൈവമേ, എവിടെ കൊണ്ട് ഇറക്കുമെന്ന് നമുക്ക് നോക്കല്ലേ കേട്ടോ. നോക്കി ഞാനൊരു ഫൺ പോകും, രസം കാണത്തില്ല. അപ്പോൾ ഞാൻ അതിന് പൊക്കുവാണ് കേട്ടോ. നേരെ ഫുള്ള് പൊക്കാൻ പോവാണ്. പൊക്കുന്ന ഏതായിരുന്നു?